ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? എനിക്കും മക്കൾ കൂടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. ഇന്നലെ ഞാൻ എൻ്റെ ബാലൻസ് തീർന്നതുകൊണ്ട് ഞാൻ ഇന്നലെ രാവിലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നലെ വൈകുന്നേരമാണ് റീചാർജ് ആക്കി തന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചെറിയൊരു ഷോർട്ട് ഇട്ട് ഒപ്പിച്ചാണ്. അപ്പോൾ ഇത് മിയറാജിൻ്റെ നോമ്പിൻ്റെ അന്നത്തെ വിശേഷമാണ് കേട്ടോ. അന്നത്തെ നമ്മളെ നോമ്പിൻ്റെ വിശേഷമാണ്. അങ്ങനെ അന്ന് ഉണ്ടാക്കിയ സ്നാക്സും നോമ്പ് തുറക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ മിറാജിലെല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ച് നിസ്കാരം നോമ്പൊക്കെ നോറ്റി റാഹത്തായിരിക്കും അല്ലേ. അങ്ങനെ ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെന്താക്കി ചിക്കന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. നല്ല പീസ്, ഇതിൻ്റെ എല്ലില്ലാത്ത പീസുമാണല്ലോ. അപ്പോൾ ആ പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൽ ലേസം മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വാങ്ങാൻ വേണ്ടിച്ചിന് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് എണ്ണ ഇട്ടിട്ട് കുറച്ച് പൊരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയാവും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പൊരിച്ച പോലെ ആക്കിയിട്ട് നല്ല വെള്ളമില്ലാണ്ട് വറ്റിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വെറും മൂന്നേ ഉള്ളി, കുറേയൊന്നും ആക്കുന്നില്ല. പക്ഷെ നമുക്ക് നോമ്പിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എത്ര എണ്ണക്കടി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലേ. ആ സമയമാകുമ്പോൾ നമ്മൾ ഒരു തരാക്കി, 2 തരാക്കി, 3 തരാക്കി അങ്ങനെ നമ്മൾ ഒറ്റക്ക് നോമ്പെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാകൂല. പിന്നെ മക്കൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലേ, എന്താക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ലേസം ഇറച്ചിപ്പത്തിൽ ചുടേണ്ടതിലാണ് കേട്ടോ. അങ്ങനെ ഒരു 3 ഉള്ളി എടുത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്താ പറയുക, കുരുമുളക് പൊടിയൊക്കെ ഇടണല്ലേ, മുളകും പൊടിയും കുരുമുളക് പൊടി ഇതൊക്കെ ഇടണല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടു. അങ്ങനെ ഞാൻ വെറും കുരുമുളക് പൊടി ഇട്ട് നോക്കുമ്പോൾ ഇറച്ചി ക്രഷാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് നോക്കുമ്പോൾ തീരെ എരിവില്ല. അങ്ങനെ ഇളക്കി മസാലയിലായ ഒരു പച്ചമുളകും അല്ല ഇട്ടത്. ഞാൻ കുട്ടികൾക്ക് നോമ്പ് തുറക്കുമ്പോൾ എല്ലാണ്ട് എരിതാവണ്ടെന്നും പറഞ്ഞിട്ട് കുരുമുളക് പൊടി ഇട്ട് കരിവേപ്പിലെല്ലാം ഇട്ട് നോക്കുമ്പോൾ പിന്നെ എന്താക്കാറ് നോക്കുമ്പോൾ തീരെ ഒരു എരിവില്ലാത്ത പോലെ തോന്നിയിട്ടോ. അങ്ങനെ ലേസം കൂടി മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടോ. മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്താക്കുക, ഇളക്കി കൊടുക്കുക. വല്ലാതെ എണ്ണ കൂട്ടരുത്. അപ്പോഴാണ് നമ്മൾ മസാല ഫില്ല് ചെയ്യുമ്പോൾ എന്താകുക, ഒരു പൊട്ടിപ്പോകും പോലെയൊക്കെ ആകുക. എത്ര എണ്ണ കുറച്ച് മസാല ഇതാക്കാൻ പറ്റും അത്രയേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു നുള്ളു ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പരത്തി കൊടുത്തു. അപ്പോൾ പിന്നെ കുട്ടികൾ സ്കൂളിട്ടെല്ലാം വന്നല്ലോ. അങ്ങനെ ഞാൻ പരത്തി കൊടുത്ത് ചിപ്പുമാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. മോളാണ് ഫില്ല് ചെയ്ത് തരുന്നത്. അങ്ങനെ ഞാനിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഓള് ഓരോരോ ഐറ്റം ആക്കിയിട്ട് ഞാനങ്ങനെ പരത്തിയിട്ട് കോണാക്കിയിട്ട് സമൂസ രീതിക്ക് കോണാക്കിയിട്ട് കട്ടാക്കുമല്ലോ, അങ്ങനെ ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. ഓളെന്താക്കി, ഞാൻ മുറിച്ചിട്ട് ഈ ഒരു തരത്തിലാക്കി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആക്ക്, നിങ്ങൾക്ക് ഏത് തരത്തിലാക്കേണ്ട ആ തരത്തിൽ നീ ആക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. അങ്ങനെ വലിയ ഫ്രൂട്ട്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല. ഇപ്പോൾ വാങ്ങണമെങ്കിലും ഞാൻ തന്നെയല്ലേ പോകേണ്ടത്. അന്ന് നോക്കുമ്പോൾ മോനിക്ക് മുർഷിക്ക് സ്കൂളിൽ പരിപാടി ആയതുകൊണ്ട് ഓൻ വരുമ്പോൾ എന്തായാലും ലേറ്റാവും എന്നറിയാം. പിന്നെ ഓനെ കൊണ്ട് എന്തായാലും കൊണ്ടിരിക്കൽ നടക്കൂല. അങ്ങനെ ഇല്ലേം കൊണ്ട് അൽഹംദുലില്ലാ ഇത്രയും ഇത്ര അള്ളാൻ്റെ അനുഗ്രഹം. എന്തായാലും എല്ലാവരും എണ്ണച്ചട്ടി അടുപ്പത്ത് കയറ്റാനുള്ള സമയമൊക്കെ അതിനല്ലേ. നമ്മളിപ്പോൾ എപ്പോഴും പക്ഷേ നമ്മളടുത്ത് ഉണ്ടാകുന്ന സാധനം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ മൈദയും ചിക്കനും എണ്ണ ഇതൊക്കെ നമ്മളടുത്ത് സ്ഥിരം ഉണ്ടാകുന്ന സാധനമാണ്. എന്നാലും നമുക്ക് ഉണ്ടാക്കാൻ വൈകുന്നേരമാകുമ്പോൾ ഉണ്ടാക്കൂലല്ലോ നമ്മൾ. പക്ഷെ നോമ്പിന് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വയ്യെങ്കിലും ആ വൈകുന്നേരമാകുമ്പോൾ നമ്മൾ അടുപ്പത്തിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാക്കേണ്ടത് നമുക്ക് തിരിയൂല. ചില ദിവസങ്ങൾ വിചാരിക്കാം ഇന്നൊന്നും ഉണ്ടാക്കൂല, എന്തെങ്കിലുമൊക്കെ ആക്കി നോമ്പ് തുറക്കുക, ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ച് നോമ്പ് തുറക്കുക. പക്ഷേ ആ ഒരു 2:30 മണി 3 മണിയായാൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്താ ഉണ്ടാക്കേണ്ടത് എന്ന്. അങ്ങനെ ഇപ്പം നിങ്ങളോട് വാക്കും കൂട്ടം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നിലോളം എന്താക്കി ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, സമയവും ആയിനി, നേരവും ആയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അന്ന് നാഷ്ടാറിന് ദോശക്ക് അരി അരച്ച് വെച്ചിട്ടുണ്ടായിന്, ചിക്കന് കറിയാക്കി വെച്ചിട്ടുണ്ടായിന്. കുട്ടികൾക്ക് വേണ്ട സമയത്ത് നോമ്പ് തുറന്ന് ഇതൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ വിലങ്ങനൊന്നും വേണ്ടി വരില്ലല്ലോ. വേണ്ട സമയത്ത് ദോശ ചുട്ടുകൊടുക്കാറിട്ട് അതൊക്കെ തിന്നു 10 മണി 9:30 മണി 10 മണിയൊക്കെ ആയിന് ദോശയൊക്കെ ചുട്ട് തിന്നണ സമയത്ത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്.
പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും എന്ത് നിങ്ങൾ കമൻറ്റിൽ എങ്ങനെയാണോ അതിനിപ്പോൾ എങ്ങനെയാണ് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്താണോ പറയാൻ അതിലെന്തെങ്കിലും ഒരു തെറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാനത് തിരുത്തിക്കോളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെ റൗണ്ടാക്കിയിട്ടുള്ളത് നമ്മളെന്താക്കുക, ഇങ്ങനെ വെട്ടിയിട്ട് അതിൻ്റെ ബാക്കി ഇതുകൾ ഉണ്ടാവുമല്ലോ, അത് പിന്നെ നമുക്ക് കറക്റ്റ് കിട്ടൂല. അപ്പം ഞാൻ ഇങ്ങനെ പരത്തിയിട്ട് ഉള്ളോട് പറഞ്ഞു, എന്നാൽ പിന്നെ നീ ഇങ്ങനെ കട്ടാക്കിയിട്ട് കുറച്ച് ഇങ്ങനെ ആക്കുക. നമുക്ക് മസാല ഒന്ന് തന്നെയാണ്, ഏത് മോഡൽ വേണമെങ്കിലും ആക്കാമല്ലേ. അങ്ങനെ സമൂസ പോലെ കോട്ട് പറഞ്ഞോളടുത്ത് അങ്ങനെ ഓളങ്ങനെ ആക്കി തരികയാണ് കേട്ടോ. പിന്നെ ആകുമ്പോൾ കുട്ടികളും നമ്മളിപ്പോൾ വൈകുന്നേരം കൂടിത്തരികയാണെങ്കിൽ ഇങ്ങനെ സ്നാക്സിനൊക്കെ കൂടിത്തരികയാണെങ്കിൽ എളുപ്പമാണല്ലോ നമുക്ക്. അപ്പം നിങ്ങളൊക്കെ എന്തേലും മിറാജിന് നോമ്പ് തുറക്കാനാക്കിയെന്നുള്ളത് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. എന്തൊക്കെയായിരുന്നു നിങ്ങളെ സ്പെഷ്യൽ എന്തായിരുന്നു എന്നുള്ളത്. ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ മിഞ്ഞാന്ന് എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നലെ രാവിലെ യൂസ്ക്ക് വിളിച്ചതുമില്ല. പിന്നെ എൻ്റെ റീചാർജ് കഴിഞ്ഞെന്നുള്ളത് ഞാൻ എന്നാൽ മിഞ്ഞാന്ന് യൂസ്ഖാനോട് പറഞ്ഞതുമില്ല. അതാണ് പറ്റിയത്. അതുകൊണ്ട് എന്താക്കിയാൽ റീചാർജ് ഇല്ലേനു. പിന്നെ എൻ്റെ ഗൂഗിൾ പേയിലുണ്ട്, പക്ഷെ ഞാൻ എന്താക്കി അപ്പം എന്തായാലും യൂസ്ഖാൻ്റെ അടുത്ത് തന്നെ ആക്കിക്കാന്നും പറഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം പിന്നെ ഒരാക്കി തന്നത്. അപ്പം പിന്നെ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ട് ഒപ്പിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ പെട്ടെന്നാകും, ആ ഒരു പരത്തിനും കോട്ടുന്നതും പണിയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പൂരിയൊക്കെ ചുട്ടുകൊടുക്കും പോലെ മസാല കൊള്ളുന്ന വെന്ത മസാലയാണല്ലോ, പെട്ടെന്നാവട്ടെ. അങ്ങനെ പിന്നെ സമയമായി. ഉച്ച തസ്ബിയല്ലാണ്, നോമ്പ് വാങ്ങി കൊടുക്കാൻ വെയിറ്റ് ആക്കിയിട്ട് ഇരിക്കണം. ആകെ കുഴങ്ങിയിരിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും.